വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു റമദാൻ ഡെക്കറേഷൻ വ്ളോഗൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ള. അങ്ങനെ കാര്യമായ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാൻ ചെയ്ത ചെറിയ ചെറിയ ഡെക്കറേഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓൾറെഡി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം അയക്കുന്നു. ഞാൻ എൻ്റെ ക്ലീനിങ് വീഡിയോ എടുത്ത് അതിൻ്റെ പിറകെ തന്നെ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല പനി, ജലദോഷം എക്സെട്ര ഒക്കെ ആയിട്ട് കിടത്തത്തിലായത് കാരണം പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതേപോലെ വോയിസ് കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റിംഗ് ഒരു ഇതാണല്ലോ, കാരണം കുറേ കട്ട് ചെയ്യാനുണ്ടാവും. വീഡിയോനേക്കാൾ കൂടുതൽ എനിക്കധികം ഉണ്ടാവില്ല കട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എഡിറ്റൊന്നും ചെയ്യാണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്ര ലാഗായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. എന്തായാലും സക്സസ്ഫുള്ളി ഇത് ഞാൻ എഡിറ്റൊക്കെ ചെയ്തു. ഇനി വോയിസ് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിതാ ജസ്റ്റ് ടാബിളിൽ ഒരു മാറ്റും, ഞാൻ ഈ മാറ്റൊക്കെ ഞാൻ എൻ്റെ റമദാൻ ഷോപ്പിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റമദാന് വേണ്ടി മാത്രം വാങ്ങിയതായിരുന്നു. എനിക്ക് എന്തോ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റിലോട്ട് ഇങ്ങനെയൊക്കെ ഇട്ടപ്പം. പിന്നെ ഞാൻ ഒരു ഫ്ലവർ വൈസും പിന്നെ ഒരു ട്രേയും പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഊതൊക്കെ കത്തിക്കില്ലേ, ആ 2 സാധനങ്ങളും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ 2 ഇനി വെക്കണ്ട എന്ന് കരുതി. പിന്നെ ഞാൻ ചോക്കെ വെച്ചതല്ലേ, ഇനി അത് അവിടെ തന്നെ നിന്നോട്ടെ. ഒന്നാമത് ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇനി കുറേ അങ്ങോട്ട് എടുത്ത് വെച്ച് എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ചോക്കെ 2 അവിടെ നിന്നോട്ടെ. 2 വെച്ച് കഴിഞ്ഞപ്പം എന്തോ ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മുതൽ 1 മാത്രമേ ഞാൻ വെക്കുള്ളൂ. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞല്ല, ഇനി ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓക്കെ 2 അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശരിക്കും ആ ഫ്ലവർ വൈസും അതേപോലെ ആ ടേബിൾ മാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ഒരു പ്രയർ കോർണർ പോലെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറേ അയക്കുന്നു കേട്ടോ. അത് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വാളിൽ റമദാൻ മുബാറക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വാൾ ഡെക്കർ പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടാക്കിയതാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് പിന്നെ ഞാനിതാ 3 പില്ലോ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് ഇങ്ങനെ ചെയ്യണം എന്ന് കരുതിയിട്ട് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് കണ്ടിട്ട് ഇൻസ്പയർഡായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുക എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ നിസ്കാരക്കുപ്പായും അതേപോലെ നിസ്കരിക്കുമ്പോൾ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടൈമിൽ ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, അതും അതേപോലെ ഇനിയിപ്പം ഇക്കാക്കയും കൂടെ നിസ്കരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു മുസ്ലിം കൂടെ ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റൂളാണത്, ആ സ്റ്റൂളിൻ്റെ മേലെ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ നിസ്കാരക്കുപ്പായും ഒക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കില്ല ഇതിങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കരുതിയിട്ട് ഇപ്പോഴല്ല, ഞാൻ കുറേ ആയി വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ കഴിഞ്ഞിട്ടല്ല, പിന്നെ മടി അങ്ങോട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ സൈഡിൽ ഇതേപോലെ ഒരു ചെറിയ ഒരു ബോക്സ് ആയിരുന്നു. അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു വൈറ്റ് ടർക്കി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഖുറാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഖുറാനിൻ്റെ സ്റ്റാൻഡില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ ഇങ്ങനെ ചെയ്യാം എന്ന്. നമ്മുടെ ഐഡിയ ആണല്ലോ, നമ്മുടെ ഐഡിയക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ചെയ്യാമെന്ന് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഖുറാൻ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഖുറാൻ്റെ സ്റ്റാൻഡില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ചെരുപ്പിൻ്റെ എന്തിൻ്റെ ഒരു ബോക്സാണ്, അതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു വൈറ്റ് ടർക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കേട്ടോ ഖുറാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ സുഖമാണല്ലോ, അടുത്ത് തന്നെ എടുക്കാനും ഓതാനും. എന്നിട്ട് പിന്നെ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാലും മതിയല്ലോ എന്നൊക്കെ കരുതിയിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം
ഞാൻ കുറച്ച് ക്യാൻഡിൽസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഞാൻ ഭയങ്കര ക്യാൻഡിൽ ലവറാണ്. ഞാൻ ഈ അടുത്തായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അതായത് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം തുടങ്ങിയതാണ്. അല്ലാണ്ട് നാട്ടിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ പിരാന്തകളൊന്നും ഇല്ലേനു. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ എന്തൊക്കെയോ പിരാന്തകൾ തുടങ്ങിയതാണ്. അങ്ങനെ ഈ സൈഡിലാണെങ്കിൽ ഞാൻ ഒരു ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഞാൻ എന്താ പറയുക, നമ്മുടെ കൗണ്ടർ ഉണ്ടല്ലോ അതും അതേപോലെ ദസ്വിമാലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാകുമ്പോൾ സുഖമാണല്ലോ, നമുക്ക് ആ ഒരു മടിയും മാറിക്കിട്ടും, ഒക്കെ ചെയ്യാനും ഒരു ത്വര വരും. അങ്ങനെ എന്നിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്ന മോഡിൽ ഈ ഒരു സാധനം സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലെന്തോ റമദാൻ മുബാറക് എന്നോ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ലൈറ്റായിരുന്നു. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരത്തെ ടേബിളിൽ വെച്ചിട്ടില്ലേനോ അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് എനിക്കെന്തോ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ച് ആ 2 സാധനങ്ങൾ തന്നെ ടേബിളിൽ മതി. ഇത് രണ്ടും കൂടി വെച്ച് കഴിഞ്ഞപ്പം എന്തോ ഭയങ്കര എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വന്ന പോലെ. അപ്പോൾ എനിക്കത് ഇഷ്ടമാവാഞ്ഞപ്പം ഞാൻ പിന്നെ നേരെ അത് ഇങ്ങോട്ട് തന്നെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിത് ആ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. എന്നിട്ട് ഞാൻ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പം എനിക്കെന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഏരിയ. എന്താ പറയുക, ഐ മീൻ എനിക്കെന്തോ കുറച്ചും കൂടി ഭയങ്കര ഒരു പീസ്ഫുൾ ഏരിയ പോലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഈ ക്യാൻഡിൽസൊക്കെ ഒന്ന് കത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോന് എന്തെല്ലാമൊക്കെയോ കളി കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഓനെ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുത്തും, മോനെ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓൻ ഏതായാലും അവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് എന്നിട്ട് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാക്കിയപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു പ്രയർ കോർണർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ ഒരു പീസ്ഫുൾ കോർണറും എന്തൊക്കെയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയില്ലേ റമദാൻ മുബാറക് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞാനിത് എവിടുന്നേനു ഇതെവിടുന്നോ ഒന്ന് കണ്ട് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിക്കൊണ്ടതേനു. പക്ഷേ അതിപ്പോഴാണ് അതിന് കാര്യം ആയത്. ഞാനിത് എൻ്റെ മുന്നത്തെ എന്താ റമദാൻ ഷോപ്പിംഗ് അങ്ങനെ എന്തെല്ലോ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഇവിടുത്തെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഡെസ്കിലോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെസ്കിൽ ഞാൻ ആദ്യം തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ കിട്ടും കേട്ടോ. പക്ഷെ അത് വോയിസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലേനും എനിക്ക് മറ്റേ സൗണ്ടൊക്കെ പോയിട്ട് അലമ്പായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തോ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ മനസ്സിലാകും. അങ്ങനെ അതിൻ്റെ ഒക്കെ സൈഡിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ ഫ്ലവർ വൈസ് അല്ല, എന്താ പറയുക, ഒരു ഫ്ലവർ പ്ലാന്റ് പോട്ട്, അതൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാൻഡിൽ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റമദാൻ മുബാറക്കിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അത് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടുവന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഇത് ഫെയറി ലൈറ്റ് ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റമദാൻ മുബാറക്കിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് കത്തിച്ചപ്പോൾ തന്നെ ആ ടേബിൾ കുറച്ചും കൂടി ഒന്ന് നല്ല ഡെക്കറേറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പിന്നെ എൻ്റെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ടേബിളിൽ വെക്കലുണ്ടല്ലോ. ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ തോന്നുന്ന സാധനം വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, കുറേ സാധനം ടേബിളിൽ ഉള്ളത് എന്തോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ആയപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, ഇത്ര കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കാം. ഒന്നാമത് വിഷൻ ബോർഡ് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഇനി കുറേ സാധനങ്ങൾ കൊള്ളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ.
അങ്ങനെ എനിക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ക്യാൻഡിൽ ഏതെങ്കിലും ഒന്ന് കത്തിക്കുക, ഓവർ ആർഭാടാക്കണ്ടല്ലോ. രണ്ടും കൂടി കത്തിച്ചിട്ട് എഴുതിയിട്ട് ഒരു ക്യാൻഡിൽ കൂടി ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതേനു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിൾ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അറബിക് എഴുതിയത്, അതും കൂടി ഇനി ഇവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ടേബിളിൽ വെക്കണ്ട എന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഏറെക്കുറെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.